എല്ലാവർക്കും നമസ്കാരം. ടീച്ച് ഫ്രം ഹാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പ്രിയപ്പെട്ട Nios +2 വിദ്യാർത്ഥികളെ, നമ്മൾ ഹിസ്റ്ററിയിലെ 7ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള പ്രധാനപ്പെട്ട 4 ക്വസ്റ്റ്യൻസ് ആയിരുന്നു പാർട്ട് 1 വീഡിയോ. ഇന്ന് 5ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ, പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസിലെ 5ാമത്തത് മുതൽ, അതായത് ഗുപ്ത സാമ്രാജ്യയിലെ ഗുപ്താസ് ആൻഡ് ദെയർ സക്സസേഴ്സ് എന്ന ചാപ്റ്ററിൽ നിന്ന് 5ാമത്തെ ക്വസ്റ്റ്യനാണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, 5ാമത്തെ ക്വസ്റ്റ്യൻ: ഡിസ്കസ് ദ പൊസിഷൻ ഓഫ് വിമൻ ഇൻ ദ ഗുപ്ത പീരിയഡ്. ഗുപ്ത കാലഘട്ടത്തിലെ സ്ത്രീകളുടെ സ്ഥിതിയെക്കുറിച്ച് എഴുതുക. ഗുപ്തകാലത്തും സ്ത്രീകളുടെ അവസ്ഥയിൽ കാര്യമായ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. ഉയർന്ന വർണ്ണങ്ങളിൽപ്പെട്ട സ്ത്രീകൾക്ക് സമൂഹത്തിൽ താഴ്ന്ന പദവിയെ അനുവദിച്ചിരുന്നുള്ളൂ. അപ്പം നമ്മൾ ചാതുർവർണ്ണയൊക്കെ നിലനിന്നിരുന്ന കാലഘട്ടമാണെന്ന് നമ്മൾ പഠിച്ചു. ഉയർന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് പോലും എന്ത് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല, സമൂഹത്തിലിറങ്ങി പ്രവർത്തിക്കാനെന്നുള്ള അധികാരം ഉണ്ടായിരുന്നില്ല. അവർക്ക് പദവി താഴ്ന്ന പദവി തന്നെയായിരുന്നു. പല ബ്രാഹ്മണ ഗ്രന്ഥങ്ങളിലും സ്ത്രീകളെ ശൂദ്രഗണത്തിൽ പെടുത്തിയിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചയച്ചിരുന്നതിനാൽ അവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അവസരം പോലും കിട്ടിയിരുന്നില്ല. വേദവിദ്യാഭ്യാസം സ്ത്രീകൾക്ക് നിഷേധിക്കുകയും ചെയ്തിരുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ ഗുപ്ത കാലഘട്ടത്തിലെ സ്ത്രീകളുടെ അവസ്ഥയിൽ കാര്യമായ മാറ്റം ഉണ്ടായിരുന്നില്ല. ഉയർന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾ പോലും സമൂഹത്തിൽ താഴ്ന്ന പദവിയെ അനുവദിച്ചിരുന്നുള്ളൂ. പല ബ്രാഹ്മണ ഗ്രന്ഥങ്ങളിലും സ്ത്രീകളെ ശൂദ്രഗണത്തിലാണ് ഉൾപ്പെടുത്തിയിരുന്നത്. ഇവരെ പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ വിവാഹം കഴിപ്പിച്ചയക്കുന്നതിനാൽ ഇവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അവസരം കിട്ടിയിരുന്നില്ല. വേദവിദ്യാഭ്യാസം സ്ത്രീകൾക്ക് നിഷിദ്ധവുമായിരുന്നു. ഓക്കെ, ഇനി അതുപോലെ തന്നെ പൊതുജീവിതത്തിൽ പങ്കെടുക്കാനുള്ള സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് പൊതുവെ ഉണ്ടായിരുന്നില്ല. പൊതുകാര്യങ്ങളിലൊന്നും, അടുക്കളയിൽ ഒതുങ്ങിക്കൂടുക, അല്ലേ, വീട്ടിനകത്ത്. അപ്പോൾ പൊതുജീവിതത്തിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. എന്നാൽ സമ്പന്നരും പ്രമാണി കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരുമായ സ്ത്രീകൾക്ക് ഈ നിയന്ത്രണം ബാധകമായിരുന്നില്ല. അത് കൊള്ളാം, അല്ലേ? സമ്പത്തുള്ളവർക്ക് എന്ത് ചെയ്യാം, പ്രമാണി കുടുംബത്തിലും സമ്പത്തുള്ളവർക്കും ഒക്കെ എന്ത് ചെയ്യാം, പൊതുകാര്യങ്ങളിലൊക്കെ ഇടപെടാം. മറ്റുള്ളവരെന്ത് ചെയ്യണം, വീട്ടിനകത്ത് തന്നെ ഒതുങ്ങിക്കൂടണം. അതുപോലെ സതി എന്ന അനുഷ്ഠാനം ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് ഗുപ്ത കാലഘട്ടത്തിലാണെന്നാണ് പറയപ്പെടുന്നത്. സതി സമ്പ്രദായം അറിയാലോ. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ എന്ത് ചെയ്യണം, അദ്ദേഹത്തിൻ്റെ ചിതയിൽ ചാടി മരിക്കണം. അങ്ങനെ അഥവാ ചാടി മരിക്കാൻ തയ്യാറായില്ലെങ്കിൽ അവരെ പിടിച്ച് കൊണ്ടുവന്ന് എന്ത് ചെയ്യുന്നു, ആ ചിതയിലേക്ക് എറിയുന്ന ഒരു നീചമായ അവസ്ഥ, അല്ലേ? ഒരേ സമയത്ത് തന്നെ ഭർത്താവിനെ മരണപ്പെടുമ്പോൾ കുട്ടികൾക്ക് അച്ഛനെയും അമ്മയെയും ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ. അപ്പോൾ ആ സതി എന്ന് പറയുന്ന ദുരാചാരം പ്രത്യക്ഷപ്പെട്ടത് ഈ ഗുപ്ത കാലഘട്ടത്തിലാണെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഭാനുഗുപ്തൻ്റെ സേനാനായകനായിരുന്ന ഗോപരാജിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് AD 510 സതി അനുഷ്ഠിച്ചതായി വ്യക്തമായ തെളിവുകളുണ്ട്. അതാണ് ഗുപ്ത കാലഘട്ടത്തിലാണ് സതി സമ്പ്രദായം ആവിർഭവിച്ചിരുന്നു എന്ന് പറയാനുള്ള കാരണം. ആരുടെ ആയിരുന്നു? അതായത് ഭാനുഗുപ്തൻ്റെ സേനാനായകനായിരുന്ന ഗോപരാജിൻ്റെ ഭാര്യ സതി അനുഷ്ഠിച്ചതായിട്ടുള്ള തെളിവുകൾ, വ്യക്തമായ തെളിവുകളുണ്ട്. സ്ത്രീകൾക്ക് സ്വത്തവകാശം നിഷേധിക്കപ്പെട്ടിരുന്നതിനാൽ അവർ പുരുഷന്മാരുടെ അടിമയായി കഴിയേണ്ടി വന്നിരുന്നു. അപ്പോൾ സ്ത്രീകൾക്ക് സ്വത്തവകാശത്തിന് പോലും അധികാരം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ പുരുഷന്മാരുടെ അടിമകളായിട്ടാണ് കഴിഞ്ഞിരുന്നത്. എന്നാൽ കീഴ്ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് പണിയെടുത്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് എന്തിനു പോകാം, ജോലിക്ക് പോകാമായിരുന്നു. ഇതവർക്ക് ഒരു പരിധിവരെ സമൂഹത്തിൽ എന്തു കൊടുത്തു, ഗണ്യമായ സ്വാതന്ത്ര്യം കൊടുക്കുകയും ഉണ്ടായി. മനസ്സിലായല്ലോ? ഇത്രയുമാണ് സ്ത്രീകളുടെ പൊസിഷനെ കുറിച്ച് എഴുതാനായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വൈ ഈസ് ദ ഗുപ്ത ഏജ് കൺസിഡേർഡ് ദ ഗോൾഡൻ ഏജ് ഓഫ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ? ഗുപ്ത കാലഘട്ടം കലയുടെയും സാഹിത്യത്തിൻ്റെയും സുവർണ കാലഘട്ടം എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഇത് നമ്മൾ കഴിഞ്ഞ ഒക്ടോബർ ബാച്ചിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇതിൻ്റെ വീഡിയോ പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഗോൾഡൻ ഏജ് എന്തുകൊണ്ടാണ് കലയുടെയും സാഹിത്യത്തിൻ്റെയും സുവർണ കാലഘട്ടം എന്ന് പരിഗണിക്കുന്നത്, പറയുന്നത് എന്താണെന്ന് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ പ്ലേലിസ്റ്റ് നോക്കി പഠിക്കുക. അതുപോലെ തന്നെ ഗുപ്തന്മാരുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം, അതും ഞാൻ ഈ ചാപ്റ്ററിൽ നിന്നും ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഗിവ് ആൻ അക്കൗണ്ട് ഓഫ് ദ ഗുപ്താസ് അഡ്മിനിസ്ട്രേഷൻ എന്നൊരു ക്വസ്റ്റ്യൻ, അതും നമ്മുടെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ്, ഹിസ്റ്ററി ക്വസ്റ്റ്യൻസിൻ്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: റൈറ്റ് എ നോട്ട് ഓൺ ദ എക്കണോമിക് സിസ്റ്റം ഓഫ് ഗുപ്ത. ഗുപ്തന്മാരുടെ സാമ്പത്തിക സംവിധാനത്തെക്കുറിച്ച് ഒരു കുറിപ്പെഴുതുക. ഗുപ്ത കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട തൊഴിൽ ഏത് തന്നെയായിരുന്നു? കൃഷി തന്നെയായിരുന്നു. ഭൂപ്രഭുത്വം, അതായത് ഫ്യൂഡലിസം, അല്ലേ,
നമുക്കറിയാമല്ലോ ഫ്യൂഡലിസം കാലഘട്ടത്തിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാർക്കുമാണ് കൂടുതൽ പ്രാധാന്യം ലഭിച്ചിരുന്നത് അല്ലേ. സാധാരണക്കാർക്കും കർഷകർക്കും ഒന്നും യാതൊരുവിധ ആനുകൂല്യങ്ങളും ലഭിച്ചിരുന്നില്ല. അപ്പോൾ ഈ ഫ്യൂഡലിസം ആ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത, ശക്തി പ്രാപിച്ചത് ഈ കാലഘട്ടത്തിലാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഭൂദാനമായിരുന്നു. ഗുപ്ത രാജാക്കന്മാർ ബുദ്ധജൈന വിഹാരങ്ങൾക്കും ബ്രാഹ്മണർക്കും ഒക്കെ ഭൂമി ദാനമായി നൽകിയിരുന്നു. ഭൂദാനം എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? ഭൂമി ദാനമായി നൽകുക. കാർഷിക മേഖല പരിപൂർണമായും ഭൂപ്രഭുക്കന്മാരുടെ കൈകളിലുമായിരുന്നു. അപ്പോൾ ഗുപ്ത കാലഘട്ടത്തിലെ മുഖ്യമായ തൊഴിൽ കൃഷിയായിരുന്നു. ഫ്യൂഡലിസം വളരെയധികം ശക്തി പ്രാപിച്ചത് ഈ കാലഘട്ടത്തിലാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഭൂദാനമായിരുന്നു. അന്നത്തെ രാജാക്കന്മാർ ബുദ്ധജൈന വിഹാരങ്ങൾക്കും അതുപോലെ ബ്രാഹ്മണർക്കും ഭൂമി എങ്ങനെ ദാനമായി നൽകിയിരുന്നു. അപ്പോൾ കാർഷിക മേഖല പൂർണ്ണമായും പ്രഭുക്കന്മാരുടെ കൈകളിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഗുപ്തന്മാർ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തിയിരുന്നു. കൃഷിഭൂമിക്ക് പൊതുവെ ക്ഷേത്രം എന്നാണ് പറഞ്ഞിരുന്നത്. ഗുപ്ത കാലഘട്ടത്തിൽ കൃഷിഭൂമി അളന്ന് തിട്ടപ്പെടുത്തിയിരുന്നു. അവരുടെ കൃഷിഭൂമിക്ക് പറയുന്ന പേര് ക്ഷേത്രം എന്നായിരുന്നു. ഭൂമിയെ കൃഷിക്ക് അനുയോജ്യമായ ഭൂമി, തരിശുഭൂമി, വനഭൂമി, അതുപോലെ വാസയോഗ്യമായ ഭൂമി, മേച്ചിൽപ്പുറം എന്നിങ്ങനെ തരംതിരിച്ചിരുന്നു. മനസ്സിലായല്ലോ. കൃഷിക്ക് അനുയോജ്യമായ ഭൂമി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, കൃഷി ചെയ്യാനായിട്ടുള്ള ഭൂമി. തരിശെന്ന് പറയുമ്പോൾ കൃഷി ചെയ്യാതെ വെറുതെ ഇട്ടേക്കുക. അതുപോലെ വനമേഖല, വനഭൂമി, വാസയോഗ്യമായിട്ടുള്ളത്, താമസയോഗ്യമായിട്ടുള്ളതിനെയാണ് വാസയോഗ്യം എന്ന് പറയുന്നത്. മേച്ചിൽപ്പുറം എന്ന് പറയുമ്പോൾ കന്നുകാലികളെ മേയ്ക്കുന്നതിനായിട്ട് പുൽമേടുകൾ, അങ്ങനെയൊക്കെ തരംതിരിച്ചതായിരുന്നു ഇവരുടെ കാർഷിക രീതി എന്ന് പറയുന്നത്. കൃഷി ചെയ്യാത്ത ഭൂമി ഖില, അപ്രഹത എന്നീ പേരുകളിലാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഗുപ്ത കാലഘട്ടത്തിൽ കൃഷി ചെയ്യാത്ത ഭൂമിയെ അറിയപ്പെട്ടിരുന്ന പേര് എന്തായിരുന്നു? അപ്രഹത എന്നും ഖില എന്നുമൊക്കെ ആയിരുന്നു. എല്ലാ പ്രധാന വിളകളും കൃഷി ചെയ്തിരുന്നു. ബാർലി, ഗോതമ്പ്, നെല്ല്, പയറുവർഗ്ഗങ്ങൾ, പച്ചക്കറി, പരുത്തി, കരിമ്പ് ഇതെല്ലാം ഇവരുടെ പ്രധാനപ്പെട്ട കാർഷിക വിളകളായിരുന്നു. അപ്പോൾ മിക്കവാറും എല്ലാ തരത്തിലുള്ള കൃഷിയും ഇവർ ചെയ്തിരുന്നു. ഏതൊക്കെയായിരുന്നു? ബാർലി, ഗോതമ്പ്, നെല്ല്, പയറുവർഗ്ഗങ്ങൾ, പച്ചക്കറി, പരുത്തി, കരിമ്പ് ഇതായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട, ഇവയെല്ലാം ഉൾപ്പെടുന്നതായിരുന്നു ഇവരുടെ കാർഷിക രീതി എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ ഗുപ്തന്മാരുടെ സാമ്പത്തിക സംവിധാനം, എക്കണോമിക് സിസ്റ്റം ഓഫ് ഗുപ്ത എന്ന് ചോദിച്ചാൽ ഇത്രയുമാണ് എഴുതാനായിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വെയർ ദ സോഴ്സസ് ഓഫ് റവന്യൂ ഡ്യൂറിങ് ഗുപ്ത പീരീഡ്? ഗുപ്ത കാലഘട്ടത്തിലെ വരുമാന മാർഗങ്ങൾ എന്തെല്ലാമായിരുന്നു? അപ്പോൾ എല്ലാ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലും ഏത് ഭരണത്തിലായിരുന്നാലും തൻ്റെ സാമ്രാജ്യത്തിൽ, അവരുടെ സാമ്രാജ്യത്തിൽ ഒരു വരുമാന മാർഗം ഉണ്ടായിരിക്കും അല്ലേ. നികുതി പണം നൽകുക, അങ്ങനെ നിരവധി വരുമാന മാർഗങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഗുപ്തന്മാരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഇവരുടെ പ്രധാന വരുമാന മാർഗം എന്തു തന്നെയായിരുന്നു? ഭൂനികുതി തന്നെയായിരുന്നു. അതുപോലെ ഉദ്രങ്ക് അഥവാ ഭൂനികുതി ഉൽപ്പാദനത്തിൻ്റെ 1/6 ഭാഗമാണ് നൽകേണ്ടിയിരുന്നത്. ഇത് എല്ലാ കർഷകരും എന്ത് ചെയ്യണം? കൊടുക്കണമായിരുന്നു. ഇതിനു പുറമെ കാലാനുഗതമായി നൽകേണ്ടുന്ന നികുതി, അതായത് ഓരോ സമയത്തും നൽകുന്ന നികുതി ഇവർ കൊടുക്കണം. കരം, അതിനെ അറിയപ്പെട്ടിരുന്നത് കരം എന്നായിരുന്നു. ഇതുകൂടാതെ നിർബന്ധമായി പിരിച്ചെടുക്കുന്ന നികുതി ഉണ്ടായിരുന്നു. അതിനെ പറയുന്ന പേര് ബലി. ഗുപ്ത സാമ്രാജ്യത്തിൽ നിർബന്ധമായിട്ട് നൽകിയിരുന്ന നികുതി, പിരിച്ചെടുക്കുന്ന നികുതിയായിരുന്നു ബലി. അതുപോലെ തന്നെ ഉഴവ് നടത്തേണ്ടതിന് കൊടുക്കുന്ന നികുതിക്ക് പറയുന്ന പേര് ഹവാലികാര എന്നായിരുന്നു. പിന്നെന്താണ്? കുറ്റവാളികളിൽ നിന്നും ഈടാക്കുന്ന പിഴ, കസ്റ്റംസ് നികുതി, നിർമ്മിത വസ്തുക്കളിന്മേൽ ചുമത്തുന്ന നികുതി എന്നിവയായിരുന്നു രാജ്യത്തിൻ്റെ മറ്റു വരുമാന മാർഗങ്ങൾ. ഇത്രയും ഒന്നുകൂടെ പറയാം. ഗുപ്തന്മാരുടെ പ്രധാന മാർഗം ഏത് തന്നെയായിരുന്നു? ഭൂനികുതി തന്നെയായിരുന്നു. അപ്പോൾ ഉദ്രങ്ക് അഥവാ ഭൂനികുതി എന്ന് പറയുന്നത് ഇത് ഉൽപ്പാദനത്തിൻ്റെ 1/6 ഭാഗമാണ് ഇവർ നൽകേണ്ടിയിരുന്നത്. ഇത് എല്ലാ കർഷകരും എന്ത് ചെയ്യണം? നൽകണമായിരുന്നു. മനസ്സിലായല്ലോ. അപ്പോൾ ഇതുകൂടാതെ തന്നെ എന്തൊക്കെ നികുതിയാണോ ഇവർ കാലാനുഗതമായി നൽകേണ്ടത് ആ നികുതിയിൽ ഒരു ഇളവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ നികുതികളെ കരം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇതുകൂടാതെ ഇവരിൽ നിന്നും നിർബന്ധപൂർവ്വം ചില നികുതികൾ പിരിച്ചെടുത്തിരുന്നു. അതിന് പറയുന്ന പേര് ബലി. അതുപോലെ ഉഴവ് നടത്തേണ്ടുന്നതിന്, നിലം ഉഴുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന നികുതി ഹവാലികാര. ഈ നികുതികളൊക്കെ ജനങ്ങൾ നൽകണമായിരുന്നു. പിന്നീട് എന്താണ്? കുറ്റവാളികളിൽ നിന്ന് ഈടാക്കുന്ന പിഴ, കസ്റ്റംസ് നികുതി, നിർമ്മിത വസ്തുക്കളിന്മേൽ ചുമത്തുന്ന നികുതി ഇതൊക്കെയും രാജ്യത്തിൻ്റെ മറ്റു വരുമാന മാർഗങ്ങളുമായിരുന്നു. ഇനിയുമുണ്ട് ഇവർക്ക്
അക്ഷപടലാധികൃതനായി, അതായത് പ്രമാണം സൂക്ഷിക്കുന്ന, ഓരോ വസ്തുവും കൃഷിക്കാരിൽ നിന്നൊക്കെ പിടിച്ചെടുത്ത് വയ്ക്കുമല്ലോ, അപ്പോൾ ആ പ്രമാണം സൂക്ഷിപ്പുകാരൻ, അതാണ് എന്തെന്നറിയപ്പെടുന്നത്, അക്ഷപടലാധികൃതൻ എന്നറിയപ്പെടുന്നത്. അതുപോലെ ഗോപാശ്രമിൻ എന്നൊരു ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു. അക്ഷപടലാധികൃതനായി ഗോപാശ്രമിൻ എന്നൊരു ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു. വരുമാനം സംബന്ധിച്ച കണക്കുകൾ സൂക്ഷിക്കുക, ഗവൺമെൻറ്റിന് കിട്ടാനുള്ള തുകകൾ ജാമ്യക്കാരിൽ നിന്ന് ഈടാക്കുക എന്നിവയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ജോലികൾ. അപ്പോൾ പ്രമാണം സൂക്ഷിപ്പുകാരൻ അല്ലെങ്കിൽ എന്താണ് അറിയപ്പെടുന്നത്, അക്ഷപടലാധികൃതൻ. അതിൻ്റെ ഉദ്യോഗസ്ഥനായിരുന്നു ആരെന്ന് പറയുന്നത്, ഗോപാശ്രമനായിരുന്നു എന്ത് ചെയ്യാനുള്ളത്, വരുമാനത്തിൻ്റെ കണക്കുകൾ സൂക്ഷിക്കാനുള്ളതും ഗവൺമെൻറ്റിലേക്ക് കിട്ടാനുള്ള തുകകൾ ജാമ്യക്കാരിൽ നിന്ന് ഈടാക്കേണ്ടതും ഒക്കെ ഇദ്ദേഹമായിരുന്നു. തുണി, എണ്ണ തുടങ്ങിയവയ്ക്ക് ഉപരികരം എന്ന പേരിൽ ഒരു പ്രത്യേക നികുതി ഉണ്ടായിരുന്നു. എണ്ണ, തുണി ഇവയ്ക്ക് പിരിച്ചിരുന്ന നികുതിയാണ് ഉപരികരം എന്ന് അറിയപ്പെടുന്നത്. നികുതി ഉണ്ടായിരുന്ന, അതായത് ഇങ്ങനെയുള്ള പ്രത്യേക നികുതികളൊക്കെ ഉണ്ടായിരുന്നു. വ്യാപാരികൾ നൽകേണ്ടുന്ന പ്രത്യേക നികുതിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ എണ്ണ, തുണി ഇവയ്ക്ക് കൊടുക്കുന്നതൊക്കെ കൂടാതെ തന്നെ വ്യാപാരികൾ നൽകേണ്ടുന്ന പ്രത്യേക നികുതിയുടെ പേര് ശുൽക്കം എന്നായിരുന്നു. രാജാവിന് ആരെ കൊണ്ട് നിർബന്ധമായി പണിയെടുപ്പിക്കാം, അങ്ങനെ പണിയെടുപ്പിക്കുന്നതിന് വിഷ്ടി എന്നാണ് പറയുന്നത്. എന്താണ് വിഷ്ടി? അപ്പോൾ രാജാവിന് ഗുപ്ത കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു എന്തായിരുന്നു, രാജാവിന് ആരെ കൊണ്ട് വേണോ പണിയെടുപ്പിക്കാം അങ്ങനെ നിലനിന്നിരുന്ന ഒരു രീതിയായിരുന്നു വിഷ്ടി. ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ പരിപാലനം, സൈനിക ചിലവ്, പൊതുമരാമത്ത് ജോലി, രാജകൊട്ടാരത്തിൻ്റെ സൂക്ഷിപ്പ് ഇവയെല്ലാമായിരുന്നു പ്രധാനപ്പെട്ട ചിലവുകൾ എന്ന് പറയുന്നത്. അപ്പോൾ രാജാവിന് ആരെക്കൊണ്ട് നിർബന്ധമായി പണിയെടുപ്പിക്കാം, വിഷ്ടി എന്നാണ് ഇതിനറിയപ്പെടുന്നത്. ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ പരിപാലനം, സൈനികരുടെ ചിലവ്, പൊതുമരാമത്ത് ജോലി, രാജകൊട്ടാരത്തിൻ്റെ സൂക്ഷിപ്പ് ഇങ്ങനെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ചിലവുകളിലേക്ക് വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഗുപ്ത കാലഘട്ടത്തിലെ വരുമാന മാർഗ്ഗങ്ങൾ എന്തെല്ലാമാണെന്ന് ചോദിച്ചാൽ എഴുതാനുള്ളത്. നെക്സ്റ്റ് ആണ് ഏത് ക്വസ്റ്റ്യൻ വരുന്നത്, ഗുപ്താസ് അഡ്മിനിസ്ട്രേഷൻ. അത് നിങ്ങൾ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. ഹിസ്റ്ററി പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ പ്ലേലിസ്റ്റിൽ ഉണ്ടാവും, പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉള്ളതിൽ ഉണ്ടാവും. നെക്സ്റ്റ് ഗുപ്തന്മാരുടെ സാമ്രാജ്യത്തിൻ്റെ അധപതനത്തിനുള്ള കാരണങ്ങൾ, അത് നമുക്ക് പാർട്ട് 3 വീഡിയോയിൽ പഠിക്കാം. ഓക്കെ.